ഞങ്ങളുടെ കുഞ്ഞാലിൻ അവൾ മരണപ്പെട്ടപ്പോൾ പക്ഷേ അവൾ പലർക്കും ജീവിതം കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി എന്നല്ല, പല കുഞ്ഞുങ്ങളാണ് കുഞ്ഞ് ആലിനിലൂടെ ഇനി ജീവിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കേരള സ്റ്റോറി. അതറിയാത്തവരാണ് ഈ പറയുന്ന കേരള സ്റ്റോറി പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ അപമാനിക്കാനായിട്ട് വരുന്നത്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ വലിയ വിമർശനമാണ് ഈ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിനെതിരെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ശക്തമാകുന്നത്. ഒരു മലയാളി യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും പിന്നീട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതുമായ രംഗമാണ് പൊട്ടിത്തെറിക്കും ട്രോളിനുമൊക്കെ കാരണമായിരിക്കുന്നത്. വിദ്വേഷ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ട്രെയിലറിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ കേരളം എന്താണെന്ന് മനസ്സിലാക്കാൻ അണിയറ പ്രവർത്തകർ കേരളത്തിലേക്ക് വരണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. ചിത്രത്തിന്റെ ഉള്ളടക്കം കണ്ട പലരും ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പേര് വെച്ച് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഭൂരിഭാഗം ആളുകളും ഇത് യാഥാർത്ഥ്യമായി വിശ്വസിച്ചേക്കാം. അത് അവിടെ പോകുന്ന മലയാളികൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള സർക്കാരിന് ഇതിൽ ഇടപെടാൻ സാധിക്കില്ലേ എന്നിങ്ങനെ കമന്റുകളിലൂടെ പലരും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ പുറത്ത് കേരളത്തിലെ മതേതര സംഘടനകൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തണം. കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് അവർ അറിയട്ടെ എന്ന് ചിലർ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ആദ്യ ഭാഗമായ ദ കേരള സ്റ്റോറി പുറത്തിറങ്ങിയപ്പോഴും പല വസ്തുതാപരമായ ചോദ്യങ്ങളും ഉയർന്നിരുന്നു. കേരള സ്റ്റോറി 2 എന്ന പേരിൽ കേരളത്തെയും മുസ്ലിം സമൂഹത്തെയും ഏകപക്ഷീയമായി ചിത്രീകരിക്കുന്ന ഈ ശ്രമം വളരെ ഗൗരവമുള്ളതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത ദേശീയ അവാർഡിനുള്ള ഐറ്റം എന്ന് പരിഹസിച്ചും ഇങ്ങനെയൊക്കെയാണോ കേരളമെന്ന് സംശയം പ്രകടിപ്പിച്ച് ഇതര ഭാഷക്കാരും കമന്റുകളിട്ടിട്ടുണ്ട്. കാമാഖ്യ നാരായണ സിംഗ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. നേരത്തെ പുറത്തിറങ്ങിയ ടീസറിനും സമാനമായ രീതിയിൽ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. റിലീസിന് മുൻപേ തന്നെ കടുത്ത വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഈ ചിത്രം അതിന്റെ മുൻഗാമിക്ക് സമാനമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വീണ്ടും തുടക്കമിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ ഭക്ഷണ രീതികളെയും വിശ്വാസങ്ങളെയും വക്രീകരിച്ച് കാണിക്കാനുള്ള ശ്രമമാണിതെന്ന വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലുള്ളവർ വിശ്വസിക്കാൻ ഇടയാക്കുമെന്നും ഇത് അവിടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതോ ആയ മലയാളികൾക്ക് നേരെ വിദ്വേഷം ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് ആശങ്കകൾ ശക്തമാകുന്നത്. നമുക്കറിയാം കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങ് കേരളത്തിൽ തന്നെ വരണം എന്നുള്ളത് മലയാളികൾ ഇവരോട് പറയുകയാണ്. നിങ്ങൾക്ക് കേരള സ്റ്റോറി എന്ന പേരിൽ എന്തുമങ്ങ് എടുത്തു കാണിച്ച് ഞങ്ങളുടെ നാടിനെ അപമാനിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കി ഇതൊന്നും എടുക്കരുത് എന്നുള്ള വിമർശനങ്ങൾ ഇവിടുത്തെ മലയാളികൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്. കേരള സ്റ്റോറി എടുക്കാൻ മെനക്കെടുന്നവന്മാർ ഊപ്പി സ്റ്റോറിയും ഗുജറാത്ത് സ്റ്റോറിയും ഒക്കെ ഒന്ന് എടുത്തു കാണിക്കാനുള്ള നട്ടെല്ലെങ്കിലും കാണിക്കണം എന്നുള്ള പച്ചയ്ക്കുള്ള മറുപടികളാണ് മലയാളികൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ബീഫ് കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അല്ലാതെ ഞങ്ങൾ ആരെയും ഇത് കഴിക്കൂ അത് കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണ്. ബീഫ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇവിടെയുണ്ട്. ഞങ്ങളത് കഴിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൈക്കാരും കയറി പിടിച്ച് ഇത് കഴിക്കരുത് എന്നൊന്നും പറയാൻ വരില്ല. ഇനി അങ്ങനെ പറയാൻ വരുന്നവർക്ക് നല്ല മറുപടികൾ ഞങ്ങൾ തന്നെ കൊടുത്തുകൊള്ളാം എന്നുള്ള മറുപടികളും വരുന്നുണ്ട്. എന്തിനേറെ ഞങ്ങളുടെ ഉള്ളി സുരേട്ടൻ വരെ ഇവിടെ ബീഫ് കഴിക്കും, പിന്നെയാണോ എന്നുള്ള മറുപടികളൊക്കെയാണ് മലയാളികൾ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ കയറി മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഈ പറയുന്ന സിനിമയിൽ ഇതിന്റെ ആദ്യത്തെ കേരള സ്റ്റോറിയിൽ ആദ്യം ഉണ്ടായിരുന്നതിനകത്ത് കാണിച്ചത് ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം ട്രിവാൻഡ്രം എന്നുള്ള ഒരു വലിയ ഒരു ട്രോള് ഇപ്പോഴും അത് ഉണ്ട്. പലയിടത്തായിട്ട് ആ ട്രോളുകൾ ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ചന്ദനക്കുറി തൊടുക, മുല്ലപ്പൂ ഇടുക, കേരള സാരി ഉടുക്കുക, ഇതൊന്നും എന്നും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇവിടെ ഞങ്ങൾ ഓണം ഫെസ്റ്റിവൽ അങ്ങനെയുള്ള ഫെസ്റ്റിവൽസിനൊക്കെയാണ് ഇത്തരത്തിലുള്ള അണിഞ്ഞൊരുങ്ങലുകളും ഒക്കെ ഞങ്ങൾ ഓരോ ഫെസ്റ്റിവൽസിനനുസരിച്ച് ഞങ്ങളുടെ ഡ്രസ്സിങ്ങിലും ഭക്ഷണ രീതിയിലും ഒക്കെ ഞങ്ങൾ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരും. അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. അല്ലാതെ കേരളം എന്താണ്, കേരളത്തിൻ്റെ ഭക്ഷണ രീതി എന്താണ്, കേരളത്തിൻ്റെ സംസ്കാരം എന്താണ്, ഇവിടുത്തെ മനുഷ്യന്മാരുടെ ജീവിത രീതികൾ എന്താണ് എന്നൊന്നും പഠിക്കാതെ ഇവിടെ സ്ത്രീകളെ എല്ലാവരെയും അങ്ങ് ഈ പറയുന്ന IS-ലേക്ക് കൊണ്ടുപോകുകയാണ്, അതിനുവേണ്ടി ഇവിടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഇടപെടും. വെറുതെ അങ്ങ് മലയാളികളെ കയറി
തോണ്ടാനും ചൊരണ്ടാനും നിൽക്കരുത് എന്നാണ് മലയാളികൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ പറയുന്ന രാജ്യത്ത് നിന്ന് പല സ്ത്രീകളെയാണ് IS-ലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ കേരളത്തിൽ നിന്ന് 10,000-കണക്കിന് സ്ത്രീകളെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. രാജ്യത്ത് ഒരു വലിയ വിപത്തായി IS-ന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങൾ പല സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ എടുക്കുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവർ പുറത്തെടുത്തിരിക്കുന്നത്. അതിനെയാണ് എതിർക്കപ്പെടുന്നത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണ രീതികളെയൊക്കെ ചോദ്യം ചെയ്യാൻ ഇവർ ആരാണ്? അതാണ് ചോദ്യം. ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്ത് കഴിക്കണം, ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും പ്രൊപ്പഗാൻഡ സിനിമകളുമായി വരുന്നവരോട് കേരള സ്റ്റോറി എന്താണ്, ശരിക്കുള്ള കേരളം എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കുക.